പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽ ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. കഴിഞ്ഞ ഞായറാഴ്ച നാം നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട്, നമുക്ക് ലഭ്യമായ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെയും ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ആഴ്ചയുടെ ഒടുവിലത്തെ ദിനമായ ശനിയാഴ്ച ഈ രാത്രി സമയം വരെ ദൈവസന്നിധിയിൽ നമുക്ക് ആമേൻ ആയിരിക്കാനും ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ പരിപാലനവും അനുഭവിച്ചറിയുവാൻ ദൈവം തന്റെ മക്കൾക്ക് അവസരം നൽകിയല്ലോ. ഇന്ന് പകലിലും ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചവർ നന്ദിയുള്ള ഹൃദയത്തോടെ ഈ ആഴ്ചയുടെ ഒടുവിലത്തെ ആമേൻ ശനിയാഴ്ച രാത്രി നന്ദിയുള്ള ഹൃദയത്തോടെ ഈ ഒരാഴ്ച ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ അധരങ്ങളെ തുറന്ന് കരങ്ങൾ അടിച്ച് അല്പസമയം നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തുതികളിന്മേൽ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രിയിലും അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പകലിന്റെ മണിക്കൂറുകളിൽ കാല് കല്ലിൽ തട്ടാതെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും അത്ഭുതകരമായി നമ്മെ ആമേൻ സൂക്ഷിച്ച അവന്റെ ചിറകിന്റെ കീഴിൽ നമ്മെ മറച്ച ആമേൻ ആ സർവശക്തനായ ദൈവത്തെ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ലഭ്യമായ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഏത് രാജ്യത്തായാലും ഏത് ഭവനത്തിലായിരുന്നാലും ഏത് പ്രതികൂലത്തിന്റെ നടുവിലായിരുന്നാലും നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കളായിരുന്നെടുത്ത്, നമ്മുടെ കൂടപ്പിറപ്പായിരുന്നെടുത്ത്, നമ്മുടെ ജീവിത പങ്കാളിയായിരുന്നെടുത്ത്, നമ്മുടെ തലമുറകളായിരുന്നെടുത്ത് ആപത്തുകൾ അനർത്ഥങ്ങൾ നിറഞ്ഞ ലോകത്ത് ആമേൻ ദൈവം അവരെ സൂക്ഷിച്ചു ഈ സന്ധ്യയെങ്കിൽ അതെല്ലാം ഓർത്ത് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരംഗവും അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് തിരുവചനത്തിൽ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ലഭ്യമായ ആമേൻ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് അവിടുന്ന് നടത്തിയ വിധങ്ങളെ ഓർത്ത് പാടി ആരാധിപ്പാൻ, ഇന്ന് രാത്രിയിലും അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ ശ്രവിപ്പാൻ കർത്താവ് ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് രാത്രിയിലും അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിപ്പാൻ അവിടുന്ന് നിർത്തിയ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും രോഗികളായി ദുഃഖിതരായി ഭാരത്തോടെ വേദനയോടെ നിരാശയോടെ ആകുലതയോടെ ആരെങ്കിലും ഈ ലൈവിൽ വചനം ശ്രവിക്കുന്നെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറച്ചാട്ട് സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് അവിടുന്ന് കൈപിടിച്ച് നടത്തിയാട്ട് ഒരു പാപി മനം തിരിയുമെങ്കിൽ, രോഗി സൗഖ്യമാകുമെങ്കിൽ, പിന്മാറ്റക്കാർ മടങ്ങി വരുമെങ്കിൽ ദൈവനാമം മഹത്വപ്പെടുവാനിടയാകുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആമേൻ ഈ സാഹചര്യം ഹല്ലേലൂയ ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന നിലയിൽ ഞങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവകൃപ ആമേൻ ഞങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ അത് ഞങ്ങളിലൂടെ അനേകരിലേക്ക് എത്തപ്പെടുവാൻ ഇന്ന് രാത്രി സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. ഈ ലൈവിൽ ഇന്ന് രാത്രി ആയിരിക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണം കർത്താവേ. ഈ മിനിസ്ട്രിയിൽ ഈ ശുശ്രൂഷയിൽ ആമേൻ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ആമേൻ ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അംഗങ്ങളായിരിക്കുന്ന അതേ ഗ്രൂപ്പിൽ അംഗമായിരിക്കുന്ന ആമേൻ സുഹൃത്തുക്കളായിരിക്കുന്ന എല്ലാവരെയും അവരുടെ കുടുംബങ്ങൾ അവരുടെ തലമുറകൾ അവരുടെ മിനിസ്ട്രി അവരുടെ ജോലിയെ സമസ്ത മേഖലകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓരോ ദിവസവും പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ അയക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി ഹല്ലേലൂയ ഞങ്ങൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആത്മ സാന്നിധ്യം അനുഭവിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ആ മാർക്കോസിന്റെ മാളിക മുറിയിൽ മുഴങ്കാൽ മടക്കിയ ആമേൻ ആ സംഘത്തിന്മേൽ ആമേൻ ആത്മാവ് ചലിച്ചതുപോലെ ഇന്ന് രാത്രി ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ആമേൻ വിശ്വസിക്കുന്നവരുടെ മേൽ അങ്ങ് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാടുവാൻ കൃപ നൽകിയാട്ട് അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ഗാനങ്ങൾ പാടുവാൻ ഇന്ന് രാത്രിയിലും അങ്ങയുടെ ദാസന്മാരെ ഞങ്ങൾക്ക് ഒരുക്കിയതിനായി സ്തോത്രം. കർത്താവ് സഹായിച്ചാട്ട് അനുഗ്രഹിച്ചാട്ട് വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. അങ്ങ് നൽകിയ വചനം ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അതേ പ്രഘോഷിക്കുമ്പോൾ അത് ദൈവശക്തിയായി ശ്രോതാക്കളിൽ വെളിപ്പെടുവാൻ സ്വർഗ്ഗമിടയാക്കണം. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ വചനം പ്രഘോഷിപ്പാൻ അടിയനെ ശക്തീകരിക്കണം.
സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടുത്തേക്ക് മാത്രം അർപ്പിക്കും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ഈ ലൈവിൽ ഒരുമിച്ച് ആരാധിപ്പാൻ നമ്മെ സഹായിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി ലൈവിലായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിനുള്ള വന്ദനം ചൊല്ലിക്കൊണ്ട് ആമേൻ. ഇന്ന് രാത്രി ചില പാട്ടുകൾ പാടി നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ പോകുകയാണ്. ചേർന്ന് കരങ്ങളെ അടിച്ച് നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ചേർന്ന് പാടാം. ഹല്ലേലൂയ. Jesus. Hallelujah. Hallelujah. Oh, hallelujah. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് പിതാവേ നിൻ തിരുഹിതം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. നിൻഹിതം ചെയ്തോ നാം നിൻ സുതരെ പോലെ, നിൻഹിതം ചെയ്തോ നാം നിൻ സുതരെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ, ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. എൻ ദൈവമേ
സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മാറായെ മധുരമാക്കി തീർക്കുമവൻ. മാറായെ മധുരമാക്കി തീർക്കുമവൻ. പറയെ പിളർന്നുടാം പോകുമവൻ. പറയെ പിളർന്നുടാം പോകുമവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ, അതേ എനിക്കഴിയാത്തൊരവകാശമേ, അതേ എനിക്കഴിയാത്തൊരവകാശമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ്റെ ബലവും എൻ്റെ സങ്കേതം, എൻ്റെ ബലവും എൻ്റെ സങ്കേതം, എൻ്റെ രക്ഷയുമേശുവത്രേ ഹല്ലേലൂയ, എൻ്റെ രക്ഷയുമേശുവത്രേ ഹല്ലേലൂയ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മാറായെ മധുരമാക്കി തീർക്കുമവൻ. മാറായെ മധുരമാക്കി തീർക്കുമവൻ. പറയെ പിളർന്നുടാം പോകുമവൻ. പറയെ പിളർന്നുടാം പോകുമവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. 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 Jesus, hallelujah. Amen, 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 amen. അതേ കൈപ്പേറിയ ജീവിതാനുഭവത്തെ മാധുര്യമുള്ളതാക്കി മാറ്റുവാൻ അധികാരമുള്ളവന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും ഈ ആരാധനയിലായിരിക്കുന്ന ദൈവജനം സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവരുടെ പകരപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ അവരുടെ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പാറയെ പിളർന്ന്
ആമേൻ ദാഹം തീർക്കത്തക്ക വിധത്തിൽ ഹല്ലേലൂയ ആമേൻ പ്രവർത്തിക്കുന്നവനായ ദൈവം ഇന്ന് രാത്രി അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് രാത്രി സന്തോഷം പ്രത്യാശയുള്ള പ്രതീക്ഷയോടെ വിശ്വാസത്തോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും സകല ബുദ്ധിയിൽ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കുവാൻ ഗുണമിടയായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിൽ പതിവ് പോലെ ഒരു ചോദ്യത്തോടു കൂടെയാണ് ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. നിങ്ങൾ പ്രവർത്തിക്കാനുള്ള ധർമ്മ സങ്കടത്തിലാണോ? ഹല്ലേലൂയ. ചോദ്യം മനസ്സിലായോ? നിങ്ങൾ പ്രവർത്തിക്കാനുള്ള ധർമ്മ സങ്കടത്തിലാണ്. ആഗ്രഹമുണ്ട്, തലമുറകൾക്ക് ആഗ്രഹമുണ്ട്, മാതാപിതാക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പക്ഷേ 5-6 മാസമായി കുഞ്ഞുകുട്ടികൾ ആബാലവൃദ്ധർ എല്ലാവരും ധർമ്മസങ്കടത്തിലാണ്. ഹല്ലേലൂയ. കൊറോണ വൈറസ് നിമിത്തം പ്രതിസന്ധിയിൽ ആയിരിക്കുന്ന ലോകരാജ്യങ്ങൾ ഇതുപോലെയുള്ള ഈ സമയത്ത് ദൈവത്തെ കുറിച്ചുള്ള ചില സത്യങ്ങൾ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതം ആമേൻ നയിക്കാൻ നമ്മെ പ്രാപ്തരാക്കുകയും നമ്മുടെ നന്മയ്ക്കും ദൈവമഹത്വത്തിനും വേണ്ടിയുള്ള ആമേൻ രീതിയിൽ ഹല്ലേലൂയ ജീവിക്കാനും ആമേൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കുവാനും ഒരു ദൈവ പൈതലിനെ ശക്തീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. അതെ, പ്രവർത്തിക്കുവാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ധർമ്മ സങ്കടത്തിലാണ്. കാരണം പലരുടെയും ജോലി നഷ്ടപ്പെട്ടു, പലരുടെയും സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയി. ആഗ്രഹിച്ചു തുടങ്ങിയ ബിസിനസ്, പ്രാർത്ഥിച്ചു തുടങ്ങിയ പല സംരംഭങ്ങളും, പല ഭവനത്തിന്റെയും പണികൾ പൂർത്തീകരിക്കാൻ കഴിയാതെ, പല കുഞ്ഞുങ്ങളുടെ വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചു വെച്ചെങ്കിലും ആഗ്രഹിച്ചതുപോലെ ആ സമയത്ത് നടക്കുവാൻ കഴിയാതെ, അങ്ങനെ വിവിധ നിലകളിൽ നിരാശപ്പെട്ട് ആകുലരായിരിക്കുന്ന ലോക ജനതയുടെ നടുവിൽ പ്രത്യാശ നൽകുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രിയിലും പ്രഘോഷിപ്പാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവകൃപയോർത്ത് ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുന്നു. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായി യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം കുറിവാക്യമായി വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടി ആർക്കും, ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. ആമേൻ. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. ആമേൻ. നിങ്ങൾ പ്രവർത്തിക്കാനുള്ള ആഗ്രഹമുള്ളവരാ, പക്ഷെ ധർമ്മ സങ്കടത്തിലാണെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂത് ഞാൻ കൈമാറുകയാ. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. ആമേൻ. ചില മാസങ്ങളായി ആഗ്രഹങ്ങൾ ഉള്ളിൽ അമർത്തി വെച്ച് ആഗ്രഹിച്ചതുപോലെ പുറപ്പെടുവാൻ കഴിയാതെ, ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാൻ കഴിയാതെ, ആഗ്രഹിക്കുന്നിടത്ത് എത്തപ്പെടുവാൻ കഴിയാതെ, ആമേൻ, അത് ധർമ്മ സങ്കടത്തിലായിരിക്കുന്നവരോട് ഇന്ന് രാത്രി ആത്മാവിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയുകയാ. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. ആമേൻ. സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. അതേ, മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടി ആർക്കും. ആമേൻ. ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. ആമേൻ. ഈ കൊറോണ കാലത്താണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുന്നവർ ഒരുപക്ഷെ ഉള്ളം കൊണ്ട് സാറ ചിരിച്ചതുപോലെ ചിരിക്കുമായിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. ആമേൻ. മനസ്സിലാക്കുക, ഭയത്തിലും ഉത്കണ്ഠതയിലും പരിഭ്രാന്തിയിലും ജീവിക്കാനുള്ള സമയമല്ലിത്. കാരണം നമുക്ക് പ്രത്യാശയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ഹല്ലേലൂയ ആമേൻ അതേ ജീവനുള്ള പ്രത്യാശയും സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ ആമേൻ. ഇത് നമുക്ക് ഭയത്തിലും ഉത്കണ്ഠയിലും പരിഭ്രാന്തിയിലും ജീവിക്കുവാനുള്ള സമയമല്ല. കാരണം നമുക്ക് പ്രത്യാശ ദൈവം നൽകി തന്നിട്ടുണ്ട്. ആ പ്രത്യാശ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ളതാണ്. അത് ജീവനുള്ള പ്രത്യാശയാണ്. ഹല്ലേലൂയ. ആ പ്രത്യാശയുള്ളവർ ഇന്ന് രാത്രി
രാത്രി ലൈവിൽ എന്നോടൊപ്പം ആയിരിക്കുന്നുവെങ്കിൽ ഇരിക്കുന്ന ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ആമേൻ. അതെ, കാരണം ആകാശം ഭൂമിയേക്കാൾ ഉയർന്നതാണ്. ഹല്ലേലൂയ. എന്റെ വഴികൾ നിങ്ങളുടെ വഴികളെക്കാൾ ഉയർന്നതും എന്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളെക്കാൾ ഉയർന്നതുമാണ്. ഹല്ലേലൂയ, ആമേൻ. ലോകത്തിൽ ദൈവവുമായി കണക്ഷൻ ഇല്ലാത്ത അനേകര് ഈ കൊറോണ കാലയളവിൽ ആമേൻ അവരുടെ ആശ നഷ്ടപ്പെട്ട് അതെ ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ അതെ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ അംഗമായി മാറുവാൻ കൃപ ലഭിച്ച ദൈവജനം പ്രത്യാശയോടെ ജീവിക്കത്തക്ക വിധത്തിൽ ആമേൻ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രിയിലും കേട്ട് കേൾവിക്കാരെ പോലെ ഇരിക്കാതെ, കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ പ്രത്യാശയോടെ ചുവട് വെച്ച് ധർമ്മ സങ്കടത്തിലായിരിക്കുന്ന ആമേൻ ഒരു ദൈവ പൈതല് ആമേൻ പ്രത്യാശയോടെ ചുവട് വെച്ച് ദൈവം കേൾപ്പിച്ച വാഗ്ദത്തം പ്രാപിക്കുവാൻ തക്കവണ്ണം കരുത്തുള്ള മനുഷ്യനാക്കി മാറ്റുന്ന അതേ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അതേ സങ്കടപ്പെട്ട് ധർമ്മ സങ്കടത്തിലായിരിക്കുന്ന ഏതോ വ്യക്തി ആമേൻ ഇന്ന് രാത്രി ആത്മാവിൻ ശക്തിയോടെ എഴുന്നേറ്റ് ബഹുദൂരം അതെ ഈ കാലഘട്ടങ്ങളിൽ ആത്മീയ ശുശ്രൂഷയ്ക്ക് ചുവട് വെക്കുവാൻ ഉതകുമാറ് പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിലും ധർമ്മ സങ്കടത്തിലായിരിക്കുന്ന നിന്റെ മേൽ ആത്മാവിനെ പകർന്ന് അതെ ജയത്തോടെ നയിപ്പാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന റൂമിനകത്ത് ചലിക്കുന്നു. അത് അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. കാരണം ആകാശം ഭൂമിയേക്കാൾ ഉയർന്നതാണ്. ഹല്ലേലൂയ. എന്റെ വഴികൾ നിങ്ങളുടെ വഴികളെക്കാൾ ഉയർന്നതാ, എന്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളെക്കാൾ ഉയർന്നതും. ഹല്ലേലൂയ. ഇതുപോലെയുള്ള ആമേൻ സമയത്ത് ഇതുപോലെ ആമേൻ അനേകര് ആമേൻ നിരാശപ്പെട്ടും തകർന്നും അതെ സങ്കടപ്പെട്ടും ആമേൻ ധർമ്മ സങ്കടത്തിലായിരിക്കുമ്പോൾ ഈ സമയത്ത് ദൈവമക്കൾ ഹല്ലേലൂയ ആമേൻ ചില ദൈവിക ചിന്തകൾ ചിന്തിക്കുന്നതും ഹല്ലേലൂയ ആമേൻ അത് വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും ആമേൻ വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പാ, അവർ കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാ. ആമേൻ അതെ നീ വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ നീ കേട്ടത് പ്രാപിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നിന്നെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന ദൈവം ഇന്ന് രാത്രി നിരാശാജനകമായ വാർത്തകളുടെയോ ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളുടെയോ ഓരോ ആമേൻ അതെ ദിവസവും ഹല്ലേലൂയ ആമേൻ അനുദിന ജീവിതത്തിൽ പുലരുമ്പോൾ മാധ്യമങ്ങളിലൂടെ കേട്ട് ആമേൻ തകർന്ന് സങ്കടപ്പെട്ട് ലോക രാജ്യങ്ങളിൽ ഉന്നത നേതാക്കന്മാർ തൊട്ട് കുടിലിൽ കഴിയുന്നതുവരെ ആശങ്കലരായി എങ്ങനെ ജീവിക്കണമെന്നറിയാതെ വാവിട്ട് അതെ നിലവിളിക്കുമ്പോൾ ഹല്ലേലൂയ പലരും സങ്കടം സഹിക്കവയ്യാതെ ജീവിതം സ്വയം അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി അതെ പ്രത്യാശയോടെ ജീവിച്ച് അതെ നിത്യതയിൽ ആമേൻ നിന്നെ എത്തിക്കുവാൻ ഉന്നതമായി വിളി ആമേൻ കേൾപ്പിച്ച് ആമേൻ നിന്നെ ഇറക്കിയവൻ വഴിയിൽ തളർന്നു പോകുവാൻ അനുവദിക്കാതെ നിന്നെ ശക്തിയോടെ നയിപ്പാൻ ശക്തിയുള്ളവനാകിയ ഇന്ന് രാത്രി ഉൾനട്ട ജീവന്റെ വചനം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ കർത്താവായ യേശുക്രിസ്തു സ്ഥാപിക്കപ്പെട്ട ദൈവസഭയുടെ അംഗമായി മാറിയ ദൈവജനത്തോട് ഇങ്ങനെ പറഞ്ഞു. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിലൂടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട വിശ്വാസികളെ ഓർത്ത് ഹല്ലേലൂയ നിരാശപ്പെടാതെ ഇരിക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഹല്ലേലൂയ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ആകരുത്. ഹല്ലേലൂയ കൊറോണ വരട്ടെ, ആമേൻ ക്ഷാമം വരട്ടെ, യുദ്ധങ്ങൾ വരട്ടെ, ഭൂകമ്പങ്ങൾ വരട്ടെ, ദൈവമക്കൾ പ്രത്യാശയില്ലാത്തവരെ പോലാകരുത്. ഇന്ന് രാത്രി പ്രത്യാശയുള്ളവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. പൗലോസ് പറഞ്ഞത് പ്രത്യാശയില്ലാത്തവരെ പോലാകരുതെന്ന്. ഹല്ലേലൂയ ഇന്ന് രാത്രി പ്രത്യാശയോടെ ജീവിക്കുവാൻ ഉതകുമാറ് വിളിച്ചു വേർതിരിച്ച ദൈവജനത്തിന് അന്നും ഇന്ന് ആമേൻ തന്റെ ആത്മാവിനെ അയച്ച് അതേ ശക്തീകരിക്കുന്ന ദൈവം ഇന്ന് രാത്രിയും ധർമ്മ സങ്കടത്തിലായിരിക്കുന്ന രോഗമാണോ അതേ കടക്കണിയാണോ ആമേൻ ആഗ്രഹിക്കുന്നത് പോലെ ശുശ്രൂഷയിൽ ഉയരുവാൻ കഴിയാത്ത പോരാട്ടത്തിന്റെ നടുവിലാണോ ഏതാ നിന്റെ ധർമ്മ സങ്കടം അതിനകത്ത് ഇന്ന് രാത്രി ഇറങ്ങി വന്ന് നിന്റെ മേൽ ഉയരത്തിൽ അഭിഷേകം പകർന്ന് നിന്നെ ജയത്തോട് നയിപ്പാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ലൈവിലൂടെ അതേ അനുഭവിക്കുന്നവർ സ്വഭവനങ്ങളിൽ ഇരുന്ന് അതേ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ഭവനത്തിലെ ധർമ്മ സങ്കടത്തിന് ആമേൻ കാരണമായ ആ പൈശാചിക ബന്ധനങ്ങൾ ഇന്ന് രാത്രി നിന്റെ ഭവനത്തിൽ വിട്ട് മാറിപ്പോകുവാനിടയാകും. നിന്റെ ശരീരത്തിലുള്ള ആ ധർമ്മ സങ്കടത്തിൽ നിന്നെ ഒതുക്കുന്ന രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അതേ ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തിയാൽ മാറിപ്പോകുവാനിടയാകും.
ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങളിൽ മഴയും ഹിമവും ആകാശത്ത് നിന്ന് പൊഴിയുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്നാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഓ സന്തോഷമുള്ളവർ ആ കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക. എന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എന്റെ വചനം മഴയും ഹിമയും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ ഇന്ന് രാത്രി ആമേൻ നീ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിനുടമയായി മാറത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി നീ കേൾക്കുന്ന വചനം റീമയായി നിന്നിൽ വെളിപ്പെട്ട് ദൈവശക്തിയായി നിന്നെ വെളിപ്പെട്ട് ആമേൻ അതെ ഒരു ഭൂമിയിൽ വിത്ത് ഇട്ടാൽ അത് അനുഗ്രഹമായി ആഹാരമായി അതെ നന്മയായി അതെ കിളിർത്ത് ഫലമായി മാറുന്നത് പോലെ ദൈവസഭയുടെ അംഗമായി നട്ടിരിക്കുന്ന നിന്നെ ദൈവം ഫലമുള്ളതാക്കി മാറ്റുവാൻ ശക്തിയുള്ള ദൈവമാ. ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കും. ഹല്ലേലൂയ. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. ധർമ്മ സങ്കടത്തിലായിരിക്കുന്ന മാതാവേ ഇന്ന് രാത്രി നിന്നോട് ദൈവാത്മാവിനാൽ അതേ ഒരു കാര്യം വിളിച്ചു പറയുക. നിന്നെ ധർമ്മ സങ്കടത്തിലാക്കിയിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ വചനം ശക്തിയായി വെളിപ്പെടുന്ന രാത്രിയാ. ഇന്ന് രാത്രി നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന രാത്രിയാ. ആമേൻ. നാളുകളായി കേട്ട് ആമേൻ വാഗ്ദത്തം പ്രാപിക്കുവാൻ വെമ്പൽ കൊണ്ട് നിന്നെ തളർത്തിക്കളഞ്ഞ വിഷയത്തിന്മേൽ ഇന്ന് രാത്രി അതേ വചനമയച്ച് നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. നീ കേൾക്കുന്ന വചനം അതേ വെറുതെ വരാതെ ഇന്ന് രാത്രി അത് സൗഖ്യമായി പരിണമിക്കുന്നു എന്ന് ദൈവാത്മാവിനെ ഞാൻ ആലോചന വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. നാളുകളായില്ലേ സന്തോഷിച്ചിട്ട് ആമേൻ. പ്രവാസ ലോകത്തിൽ ആമേൻ ജോലിക്കായി പോയി ആമേൻ അത് പ്രതീക്ഷിക്കാതെ സംഭവിച്ച കൊറോണ നിമിത്തം ആമേൻ ആഹാരത്തിന് പോലും വകയില്ലാതെ സങ്കടപ്പെട്ട് ധർമ്മ സങ്കടത്തിലായിരിക്കുന്നവർ ഇന്ന് രാത്രി ലൈവിൽ എന്നെ കേൾക്കുന്നുവെങ്കിൽ വരും ദിവസങ്ങളിൽ വീഡിയോ വീക്ഷിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ അതെ പ്രവചിക്കുകയാ. ആമേൻ. മുള്ളിന് പകരം സരള വൃക്ഷം മുളയ്ക്കും. ഹല്ലേലൂയ. പറക്കാരയ്ക്ക് പകരം കൊഴുന്തു മുളയ്ക്കും. ആമേൻ. അത് യഹോവയ്ക്ക് ഒരു കീർത്തിയായും അത് ഛേദിക്കപ്പെടാത്ത ശാശ്വതമായ ഒരു അടയാളമായിരിക്കും. ഹല്ലേലൂയ. അത് ദൈവ പ്രവൃത്തി നിന്നിലൂടെ ഒരു അടയാളം എന്നതുപോലെ ആയിരിക്കുന്ന അതേ പ്രവാസ ലോകത്ത് വെളിപ്പെടുത്തി അതേ ജീവിക്കുന്ന ദൈവം അതേ നീ ആരാധിക്കുന്ന നീ നിലവിളിക്കുന്ന നീ പ്രാർത്ഥിക്കുന്ന ദൈവം ആരെന്ന് നീ ഒരു അടയാളമാകത്തക്ക വിധത്തിൽ പ്രവർത്തിക്കുന്ന ആ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി അതേ നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടത്തക്ക വിധത്തിൽ ഹല്ലേലൂയ സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. ഹല്ലേലൂയ. അത് കുന്നുകളും അതേ നിങ്ങളുടെ മുമ്പിൽ പൊട്ടി ആർക്കും ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. ഹല്ലേലൂയ. അതേ മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. ഹല്ലേലൂയ. നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനനീർ പുഷ്പം പോലെ പൂക്കും. ഇന്ന് രാത്രി ഇത് കേൾക്കുമ്പോൾ എത്ര പേർക്ക് പ്രത്യാശയുണ്ട്, എത്ര പേർക്ക് സന്തോഷമുണ്ട്. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടെ ഘോഷത്തോടു കൂടെ ഉല്ലസിക്കും. ഹല്ലേലൂയ. ലെബാനോന്റെ മഹത്വവും കർമ്മേലിന്റെ ശാരോന്റെയും ആമേൻ ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ലോകപ്രകാരം സമയം ചെലവഴിക്കുന്നവരെയല്ല. ലോക സ്നേഹം ശത്രുത്വമാകുന്നു. ലോകം വേണ്ട, ലോകത്തിന്റെ ഇമ്പം വേണ്ട, ലോകത്തിന്റെ മോഹം വേണ്ട. പോകണം യേശുവിൻ പാത നോക്കി എന്ന് സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു ദൈവ വൈതൽ ഇപ്രകാരം അതേ മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കത്തക്ക വിധത്തിൽ ആമേ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ ശക്തനായ ദൈവം ഇന്ന് രാത്രിയിൽ മരുഭൂമി പോലെ ആയിരിക്കുന്ന ആമേൻ നിന്റെ വീട്ടിനകത്ത് ഹല്ലേലൂയ അതേ നീ ആനന്ദിക്കത്തക്ക വിധത്തിൽ ആമേൻ പ്രവർത്തിക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം അതേ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. ഹല്ലേലൂയ. ആമേൻ. നിരാശയുടെ അനുഭവത്തിൽ നവോമി ആയിരുന്നു. പ്രാരംഭത്തിൽ പാടിയ പാട്ട് ആമേൻ എത്ര മനോഹരമാ അല്ലേ? അതേ മാറയെ മധുരമാക്കുന്നവൻ ക്ഷാമം
വന്നപ്പോൾ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിൽ ജനിക്കുവാൻ അവസരം കിട്ടിയ നവോമി തന്റെ ഭർത്താവുമായി ശപിക്കപ്പെട്ട മോവാബിലേക്ക് പോയ ഒറ്റ കാരണം കൊണ്ട് തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, പ്രതീക്ഷയുണ്ടായിരുന്ന 2 ആമക്കളും നഷ്ടപ്പെട്ടു. വാഗ്ദത്തം എന്താ? മക്കളെയും മക്കളുടെ മക്കളെയും കൊച്ചുമക്കളെയും കാണുമെന്ന്. എന്നാൽ തന്റെ മക്കൾ വിവാഹം കഴിച്ചെങ്കിലും വാഗ്ദത്തം നിറവേറുവാൻ കഴിയാതെ പോയത് അതേ ക്ഷാമകാലത്ത് അവൾ പുറപ്പെട്ടു പോയതാ. ഹല്ലേലൂയ. എന്നാൽ മടങ്ങി വരുവാൻ അവസരം ലഭിച്ചപ്പോൾ നഷ്ടപ്പെട്ടതും അതേ ദുഃഖങ്ങളും എല്ലാം മറന്ന് പ്രത്യാശയോടെ ചുവട് വെച്ചപ്പോൾ ഒരിക്കലും ദൈവസഭയിൽ പ്രവേശിക്കുവാൻ പാടില്ലാത്ത രൂത്ത് ദൈവസഭയുടെ അംഗമായെന്ന് മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തുവിന്റെ മൂത്തമ്മയായി ജീവിക്കുവാൻ കഴിയത്തക്ക വിധത്തിൽ നവോമിയുടെ മടങ്ങി വരവ് ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു കാരണമായെങ്കിൽ ഇന്ന് രാത്രി ദുഃഖത്തിലിരിക്കുന്ന ധർമ്മ സങ്കടത്തിലായിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ക്ഷാമം വന്നപ്പോൾ ദൈവത്തോട് ചോദിക്കാതെ പുറപ്പെട്ടത് കൊണ്ടാ ഇന്ന് രാത്രി നീ ധർമ്മ സങ്കടത്തിലായിരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി നീ ഒന്ന് മടങ്ങി കം ബാക്ക്, നീ ഒന്ന് തിരിയുവാൻ തയ്യാറാകുക. നിന്നിലൂടെ ശപിക്കപ്പെട്ടവര് ദൈവരാജ്യത്തിന് അവകാശിയായി മാറത്തക്ക വിധത്തിൽ നീ ഒന്ന് മടങ്ങിയാൽ, ഒന്ന് പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലം അടക്കാൻ തയ്യാറായാൽ, നീ ഉപവസിക്കുവാൻ തയ്യാറായാൽ, നീ ശുശ്രൂഷയിൽ ഒന്ന് ശക്തമായി എഴുന്നേൽക്കുവാൻ തയ്യാറായാൽ, ശപിക്കപ്പെട്ട് കിടക്കുന്ന തലമുറകൾ പുറത്തു വരും, ചില കുടുംബങ്ങൾ പുറത്തു വരും. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. ഇത് ഞാൻ പറയുന്ന കാര്യമല്ല, ആകാശത്തെയും ഭൂമിയെയും വാക്കിനാൽ ഉളവാക്കിയ സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്ത വചനമാ. ഇന്ന് രാത്രി അതിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. ഹല്ലേലൂയ. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ദുഃഖം ഓടിപ്പോകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വരുവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അനുകൂലമായി ചലിക്കുമെന്ന് പറഞ്ഞ എത്ര പേർ ആമേൻ പറഞ്ഞ് കരപിടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ ഹല്ലേലൂയ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാങ്കേതികമായ ചില തടസ്സങ്ങൾ നേരിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഹല്ലേലൂയ. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവകളും ആക്കും. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവകളെയും തുറക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്ത് നീരുറവകളുമാക്കും. ഹല്ലേലൂയ. പാഴ്മലകളെ ഹല്ലേലൂയ പാഴെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്ന മേഖലയെ നോക്കിക്കൊണ്ട് ഇന്ന് രാത്രി ആത്മാവിൽ ഞാനൊരു ദൂത് പറയുക. പാഴായി കിടന്നതിനെ തള്ളിക്കളയാതെ വാക്കിനാൽ ഉളവാക്കിയ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഹല്ലേലൂയ പാഴെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്ന നിന്നെ പ്രയോജനമുള്ളതാക്കി മാറ്റുവാൻ ശക്തിയുള്ള ജീവന്റെ വചനം കേൾപ്പിക്കുന്നത് നിന്നെ അതേ ഫലമുള്ളതാക്കി മാറ്റാനാ. ഹല്ലേലൂയ. അലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവകളെയും തുറക്ക്. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്ത് നീരുറവകളുമാക്കും. ഞാൻ മരുഭൂമിയിൽ ദേവദാരും ഖദിരമരവും കൊഴുന്തും ഒലിവ് വൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പൈൻ മരവും പുന്നയും വെച്ചു പിടിപ്പിക്കും. യഹോവയുടെ കൈ അത് ചെയ്തു എന്ന് ഹല്ലേലൂയ ഇസ്രായേലിന്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചുവെന്നും അവരെല്ലാവരും കണ്ട് അറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. ദൈവം ആരെന്നും ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്തെന്നും അനേകരും ഗ്രഹിക്കത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി പാഴ്മലകളിൽ നദികളെയും താഴ്വരയുടെ നടുവിൽ ഉറവകളെയും തുറക്കുന്ന
മരുഭൂമിയെ ഞാൻ നീർ പൊയ്കയും വരണ്ട നിലത്ത് നീരുറവുകളും ആക്കുമെന്ന് പറഞ്ഞവൻ. ഹല്ലേലൂയ. അനേകർ ഗ്രഹിക്കേണ്ടതിന് നിന്നിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന സീസൺ ഹല്ലേലൂയ ജീവിതത്തിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവവചനത്തിന്റെ ഹല്ലേലൂയ ആഴങ്ങൾ ഗ്രഹിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആകാശമേ ഘോഷിച്ചുല്ലസിക്ക, യഹോവ ഇത് ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ അധോഭാഗങ്ങളെ ആർത്തുകൊള്ളുവിൻ. പർവ്വതങ്ങളും വനവും സകല വൃക്ഷങ്ങളുമായുള്ളവയെ പൊട്ടിയാർക്കുവിൻ. യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് ഇസ്രായേലിൽ തന്നെത്താൻ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മളിലൂടെ ദൈവനാമം മഹത്വപ്പെടുത്തുമാറ് ഹല്ലേലൂയ കഷ്ടതയിലൂടെ, വേദനയിലൂടെ, ധർമ്മ സങ്കടത്തിലായിരിക്കുന്നവരെ ആമേൻ അതേ പാഴായി കിടക്കുന്നതിന് ആമേൻ ഫലമുള്ളതാക്കി മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? അനേകർ ഗ്രഹിക്കാനാ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ആരിലൂടെ? സഭയുടെ അംഗമായി മാറിയ എന്നിലൂടെ, നിന്നിലൂടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് ആമേൻ. യെരൂശലേമിന്റെ അതേ ശൂന്യ പ്രദേശങ്ങളെ പൊട്ടി ആർത്തുകൊള്ളുവിൻ. യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിച്ച് യെരൂശലേമിനെ വീണ്ടെടുത്തിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. യെരൂശലേമിന്റെ പ്രത്യേകത എന്താ? ആണ്ടിലൊരിക്കൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവജനം ഒത്തുകൂടുന്ന സ്ഥലമാ. ഹല്ലേലൂയ. മാത്രമല്ല പ്രാർത്ഥനയ്ക്ക് മുഴങ്ങാൽ മടക്കുന്ന സ്ഥലമാ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണോ നീ? ആരാധിക്കുന്ന ഒരു ദൈവ പൈതലാണോ നീ? ഹല്ലേലൂയ. ആമേൻ. ദൈവ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ നീ? ഹല്ലേലൂയ. ആ വ്യക്തി ശൂന്യമായ അനുഭവമാണെങ്കിൽ ഇന്ന് രാത്രി പൊട്ടി ആർക്കത്തക്ക വിധത്തിൽ ഹല്ലേലൂയ അതെ ജനത്തെ ആശ്വസിപ്പിക്കുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവം ഇന്ന് രാത്രി കർത്താവിന്റെ അതെ രക്തം കാൽവറിയിൽ ഒഴുക്കി അതെ വീണ്ടെടുത്തിരിക്കുന്നുവെന്ന് ബോധ്യമുള്ളവർ, രക്ഷിക്കപ്പെട്ടെന്ന് ഉറപ്പുള്ളവർ, ആമേൻ, ശൂന്യതകളെ പണിയുന്ന ദൈവം ശൂന്യമായി അതെ ചില മാസങ്ങൾ ഹല്ലേലൂയ ധർമ്മ സങ്കടത്തിലായിരിക്കുന്നവർ അതെ സന്തോഷിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അതെ ചലിക്കുന്നു. അത് അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടത്തക്ക വിധത്തിൽ ഹല്ലേലൂയ സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കത്തക്ക വിധത്തിൽ പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോകുകയാണ്. ദൈവരാജ്യം ദൈവമക്കൾക്ക് വളരെയധികം സന്തോഷം നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുവെന്ന് അവൻ സത്യവേദ പുസ്തകം നമ്മെ വളരെ ശക്തമായി പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവരാജ്യത്തിലെ എല്ലാ സമ്പത്തും ഹല്ലേലൂയ അവിടുത്തെ വചനത്തിൽ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് അവൻ അറിയുന്നത് നല്ലതാണ്. അത് സന്തോഷകരമായ അനുഭവമാണ്. ഹല്ലേലൂയ. ആമേൻ. എന്റെയും അതെ നിങ്ങളുടെയും തീരുമാനങ്ങളിൽ പ്രവർത്തിക്കാൻ ഹല്ലേലൂയ നിങ്ങൾ ധർമ്മ സങ്കടത്തിലാണെങ്കിലും ആമേൻ അവന്റെ വചനത്തിലേക്ക് പോയി ആമേൻ എന്നെയും നിങ്ങളെയും അതെ നയിക്കുവാൻ അവന്റെ ആത്മാവിനെ അതെ അനുവദിക്കുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഹല്ലേലൂയ നിശ്ചയമായും പ്രാരംഭ വാക്യത്തിൽ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞതുപോലെ അതെ ഒരു പുറപ്പാട് സന്തോഷത്തോടെ ഹല്ലേലൂയ ആനന്ദിക്കത്തക്ക വിധത്തിൽ ഹല്ലേലൂയ പാഴായി കിടക്കുന്നതിനെ ആമേൻ അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവം, വെള്ളത്തിന്മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉരുവാക്കുവാൻ ഉയരത്തിൽ നിന്ന് അതേ കേട്ട ശബ്ദം ഹല്ലേലൂയ അത് പ്രവൃത്തിയായി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക. നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉയരത്തിൽ നിന്ന് ചലിക്കുന്ന ആത്മാവ് നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്മേൽ, നിന്റെ തലമുറയുമേൽ ഒരു പുറപ്പാട്. എങ്ങനെയുള്ള പുറപ്പാട്? ഉല്ലാസത്തിന്റെ, ജയത്തിന്റെ, ആരവത്തിന്റെ അല്ല, കണ്ണുനീരിന്റെ അല്ല, നിരാശയുടെ അല്ല, ഉല്ലാസത്തിന്റെ, ജയത്തിന്റെ ഘോഷങ്ങൾ നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ടെന്ന് തിരുവചനത്തിൽ നാം ഗ്രഹിക്കും പോലെ ഇന്ന് രാത്രി ധർമ്മ സങ്കടത്തിലായിരിക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞെ, കൂടപ്പറപ്പേ, അഭിഷക്തരെ പൊട്ടി ആർക്കത്തക്ക വിധത്തിൽ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ചു നടത്തുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി നിന്റെ സങ്കടത്തെ പുറത്താക്കി അണപൊട്ടി ഒഴുകുന്നത് പോലെ സന്തോഷം നിന്റെ ഭവനത്തിൽ, നിന്റെ ജീവിതത്തിൽ അനുഭവിക്കത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി പ്രവൃത്തിയിൽ ആമേ ശക്തനായവന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കുന്നു. അത് അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആമേൻ. അതെ, പ്രാരംഭ തിരുവെഴുത്ത് എന്റെയും നിങ്ങളുടെയും അതെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു യാഥാർത്ഥ്യമായി തീരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. പ്രിയമുള്ളവരെ, ഒരു ആശയത്തിലോ ഒരു തീരുമാനത്തിലോ പ്രവർത്തിക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ സ്വയം ചോദിക്കുക, ഇത് ദൈവവചനമനുസരിച്ച് നല്ല ആശയമാണോ, നല്ലൊരു തീരുമാനമാണോ? ഒരിക്കലുമല്ല. ഹല്ലേലൂയ. ഈ ആശയത്തെക്കുറിച്ചോ തീരുമാനത്തെക്കുറിച്ചോ പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും സമാധാനവും എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് രാത്രി ഒന്ന് വിചിന്തനം ചെയ്യും. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം, ആ പരിശുദ്ധാത്മാവിന്റെ സമാധാനം, ആ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ആമേൻ കേൾക്കുന്ന വചനത്തിന്റെ മുമ്പിൽ നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ആമേൻ പരിശുദ്ധാത്മാവേ എന്നെ ആ സമാധാനത്തിലേക്കൊന്ന് നയിക്കണമേ, ഒന്ന് ഇറക്കണമേ എന്ന് ദൈവത്തോട് ആമേൻ അതെ പറയുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറാകുക. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആമേൻ അങ്ങനെ ചെയ്യുമെങ്കിൽ ഈ ആശയങ്ങൾ ആമേൻ തന്റെ നാമത്തിന്റെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ദൈവം ഹല്ലേലൂയ ആമേൻ നമ്മെ ഓരോരുത്തരെയും ഹല്ലേലൂയ അതെ പ്രകൃതിയെ പോലും ഹല്ലേലൂയ നമുക്ക് അനുകൂലമാക്കി നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ ഹല്ലേലൂയ കയ്യിലാണെങ്കിൽ ഹല്ലേലൂയ ആമേൻ നിങ്ങൾക്ക് ഇടം നൽകാനോ എല്ലാ നല്ല ശ്രമങ്ങളിലും ആമേൻ നിങ്ങളെ പിന്തുണയ്ക്കുവാനോ അവന് ആമേൻ എന്തും നിങ്ങൾക്ക് വേണ്ടി അതെ നീക്കുവാനും ആമേൻ കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. സദൃശവാക്യം ആമേൻ 21:1 വായിക്കുമ്പോൾ അവിടെ ജ്ഞാനിയായ ശലോമോൻ അതെ വളരെ അലങ്കാരികമായ നിലയിൽ ആത്മാവിൽ പ്രചരിതനായി ഹല്ലേലൂയ എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. നിങ്ങൾ സ്വയം കണ്ടെത്തുന്ന സാഹചര്യങ്ങൾ പരിഗണിക്കാതെ എല്ലായ്പ്പോഴും നല്ലത് ചെയ്യുവാൻ നിങ്ങളുടെ മനസ്സ് ആമേൻ അതെ പാകപ്പെടേണ്ടതിന് ആമേൻ ദൈവത്തിന്റെ വചനത്തിൽ വേരൂന്നി ദൈവത്തിന്റെ ആത്മാവിൽ ആശ്രയിച്ച് ജീവിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുവാൻ തക്കവണ്ണം ഇടയാകത്തില്ല എന്ന് ദൈവം തന്റെ ജനത്തിന് ഉറപ്പ് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അവൻ നമുക്ക് ആമേൻ നിങ്ങൾക്ക് ശക്തിയുടെയും സ്നേഹത്തിന്റെയും നല്ല മനസ്സിന്റെയും ആത്മാവിനെ നൽകിയിട്ടുണ്ടെന്ന് അറിവുള്ളവർ ഇന്ന് രാത്രി എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. ഹല്ലേലൂയ. അവൻ അവിടുത്തെ വചനം ആമേൻ സംസാരിച്ചു അതെ വിശ്വാസത്തോടെ പ്രവർത്തിച്ചും കൊണ്ട് ആമേൻ അവയെ സജീവമാക്കുമ്പോൾ ഹല്ലേലൂയ അതിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരിക്കലും പരാജയപ്പെടുവാൻ ഇടയാകത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ പരാജയപ്പെടാതെ വിജയകരമായ ജീവിതം നയിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ആമേൻ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ എടുത്ത് വായിക്കണം. അതിനോട് ചേർന്ന് മത്തായി സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യവും സങ്കീർത്തനങ്ങൾ 46-ഉം ഹല്ലേലൂയ റോമാലേഖനം 8:28 ഹല്ലേലൂയ സങ്കീർത്തനങ്ങൾ 91-ന്റെ 1-2 നിങ്ങൾ വായിക്കുവാൻ തയ്യാറായാൽ പ്രാരംഭം നമ്മൾ വായിച്ചു കേട്ടതുപോലെ നിങ്ങൾക്കൊരു പുറപ്പാട് എങ്ങനെ ഉല്ലാസത്തോടെ ജയത്തോടെ നിറമോടെ ഹല്ലേലൂയ അത് വായിക്കാൻ മറക്കരുത്. അവൻ ദൈവം എപ്പോഴും തന്റെ സിംഹാസനത്തിൽ ഉണ്ടെന്ന് ഓർക്കുക. ഹല്ലേലൂയ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനുമായവൻ അവന്റെ സിംഹാസനത്തിലുണ്ട്. അവന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ടാ ഇന്ന് രാത്രി നാം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, ഉസിയ രാജാവ് മരിച്ച ആണ്ടി ഹല്ലേലൂയ ഉസിയാവ് 55 വർഷമായിരുന്നു ഈ ഭൂമിയിൽ രാജാവായിരുന്നത്. അദ്ദേഹം നല്ലൊരു രാജാവായിരുന്നു. ഹല്ലേലൂയ. ഒരു ചോദ്യം, ഈ സമയത്ത് രാജ്യത്തിന് എന്താണ് അനുഭവപ്പെടുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരു രാജ്യത്തെ ഭരിക്കുന്ന രാജാവ് മരിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തായിരിക്കുന്ന അണികൾ ജനതകൾ എന്താണ് ആമേൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് കൊറോണ കാലമാണ്. മിക്ക രാജ്യങ്ങളുടെയും പല നേതാക്കന്മാരും ഹല്ലേലൂയ അതെ തകർന്നുപോയി. ഹല്ലേലൂയ. ജനങ്ങൾ ആശങ്കയിലാണ്. എങ്ങനെ ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ സമയത്ത് ആമേൻ രാജ്യത്തിന് എന്താണ് അനുഭവപ്പെടുന്നതെന്ന് നിങ്ങൾ കരുതുന്നു? ഭാവിയെ കുറിച്ച് അവർക്ക് അസ്വസ്ഥതയും ആമേൻ അനിശ്ചിതതയും അനുഭവപ്പെട്ട് ആരാണ് നമ്മുടെ അടുത്ത രാജാവ്? അവനൊരു നല്ല രാജാവാകുമോ? ഓക്കെ, ഒരു രാജാവ് അതെ മരണപ്പെട്ടപ്പോൾ
രാജാവിന്റെ ആൾക്കാരൊക്കെ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളവര് ധർമ്മസങ്കടത്തിലാ. എന്താ ധർമ്മസങ്കടം? ഉത്കണ്ഠയും അനിശ്ചിതയുമുള്ള ആ സമയങ്ങളിൽ തന്റെ ജനത്തിന് എന്താണ് ആമേൻ നൽകേണ്ടതെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ഹല്ലേലൂയ. അവൻ ഇപ്പോഴും തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. എന്തിനു വേണ്ടി? ലോകത്ത് അനിഷ്ട സംഭവങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യാശയുള്ള ദൈവജനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ അവൻ ശക്തനായ ഒരു രാജാവായി ഇന്നും ഹല്ലേലൂയ അതെ ജീവനോടായിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ ഉന്നതനും ഹല്ലേലൂയ അതെ ഉയർന്നിരിക്കുന്നവനും ഹല്ലേലൂയ കർത്താവിനെ സിംഹാസനത്തിൽ ആമേൻ ഇരിക്കുന്നതും ഞാൻ കണ്ടു. അവന്റെ മേലങ്കിയുടെ ആമേൻ അറ്റം ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നു. ഹല്ലേലൂയ. സറാഫുകൾ ആമേൻ ഓരോന്നിനും 6 ചിറകുണ്ടായിരുന്നു. ആമേൻ 2 ചിറകുകളാൽ അവർ മുഖം മൂടി. 2 ഹല്ലേലൂയ 2 ചിറക് കൊണ്ട് കാലുകൾ മൂടി. 2 കൊണ്ട് പറന്ന് സർവശക്തനായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആരാധിക്കുവാൻ ആർക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഭൂമി മുഴുവൻ അവന്റെ മഹത്വത്താൽ നിറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ സറാഫുകൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർത്ത് ആരാധിക്കുന്ന സമയത്ത് അവന്റെ സാന്നിധ്യം ഭൂമി മുഴുവൻ നിറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവന്റെ ശബ്ദങ്ങൾ കുറുമ്പടി ഹല്ലേലൂയ ആ ദേവാലയം മുഴുവൻ അതെ നിറയുവാൻ ഒഴുകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 21-22 വാക്യങ്ങൾ. നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ, തുടക്കം മുതൽ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഭൂമി സ്ഥാപിതമായത് മുതൽ മനസ്സിലായില്ലേ, അവൻ ഭൂമിയുടെ വൃത്തത്തിന് മുകളിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എവിടെയായിരിക്കുന്നു എന്നുള്ള അറിവ് ആമേൻ അതെ സ്വർഗത്തിലെ വലിയവനായ ദൈവം തന്റെ ജനത്തിന് നൽകി തരികയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതുപോലെയുള്ള സമയം, ഇതുപോലെയുള്ള ഈ കൊറോണ പോലെയുള്ള ഹല്ലേലൂയ ഈ ക്ഷാമങ്ങളിലുള്ള ഈ ബുദ്ധിമുട്ടുള്ള ഈ ധർമ്മ സങ്കടമുള്ള ഈ സമയങ്ങളിൽ ഹല്ലേലൂയ ആമേൻ യേശു പറയുകയാണ്, ഇപ്പോഴും സിംഹാസനത്തിൽ ഹല്ലേലൂയ അതേ പിതാവായ ദൈവം ഇരിക്കുകയാ. അവന്റെ വലത് ഭാഗത്ത് നമുക്ക് വേണ്ടി കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ഈ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ അനുഗമിച്ച ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. യേശു അടുത്ത് ചെന്ന് മത്തായി 28:18 ആമേൻ ആകാശത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്ന യേശുവിന്, അല്ലെങ്കിൽ നമ്മളെ ഈ രക്ഷയിലേക്ക് നയിച്ച യേശുവിന് സകല അധികാരമുണ്ട്. രോഗത്തിന്മേലുണ്ട്, സാമ്പത്തിക മേഖലയുടെ മേലുണ്ട്. അവൻ അത്ഭുത മന്ത്രിയാണെന്ന്, യുദ്ധവീരനാം ദൈവമാണെന്ന്, അവൻ സമാധാന പ്രഭുവാണെന്ന്, സകല മേഖലകളും കൈകാര്യം ചെയ്യുവാൻ അധികാരമുള്ളവനാ ഇന്ന് രാത്രി ആമേൻ അടുത്ത് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള അധികാരമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവൻ ഊന്നി പറയുന്നത്, വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളിലും ദൈവം തന്നെ സ്നേഹിക്കുന്നവരുടെ, അവന്റെ ഉദ്ദേശപ്രകാരം വിളിക്കപ്പെടുന്നവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുള്ളവർ, ആ അറിവുള്ളവർ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിച്ചാൽ നിങ്ങൾ പ്രവർത്തിക്കാനുള്ള ധർമ്മസങ്കടത്തിലാണോ? ഹല്ലേലൂയ. എന്താണ് നിങ്ങളുടെ ധർമ്മസങ്കടം? നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടത്തക്ക വിധത്തിൽ, സമാധാനത്തോടെ ഉറങ്ങുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ, നിങ്ങളെ കാണുന്നവർ സന്തോഷിക്കത്തക്ക വിധത്തിൽ, ഉല്ലസിക്കത്തക്ക വിധത്തിൽ ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഹല്ലേലൂയ ആമേൻ. ഇത് ഭയത്തിലും ഉത്കണ്ഠയിലും പരിഭ്രാന്തിയിലും ഹല്ലേലൂയ ജീവിക്കുവാനുള്ള സമയമല്ല. കാരണം നമുക്ക് പ്രത്യാശ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ജീവന്റെ പ്രത്യാശ. എന്താ പ്രത്യാശ? നമ്മുടെ കർത്താവ് മടങ്ങി വരുവാൻ സമയമാണ്. ഹല്ലേലൂയ ആമേൻ. ആ മടങ്ങി വരവിന് വേണ്ടിയുള്ള തിരുവചനങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ചേർന്ന് പാടി പ്രത്യാശയോടെ ആമേൻ ഈ കൂട്ടായ്മ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സന്തോഷമുള്ളവർ ചേർന്ന് പാടി ആമേൻ പ്രത്യാശയോടെ ദൈവത്തെ ആരാധിച്ച് ഹല്ലേലൂയ അതെ നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. ഹല്ലേലൂയ. മാത്രമല്ല ആമേൻ അതെ
പ്രത്യാശയില്ലാത്തവരെ പോലെ ആകാതെ പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഹല്ലേലൂയ മഴയും ഹിമയും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഇന്ന് രാത്രി ധർമ്മ സങ്കടങ്ങൾ മാറി സന്തോഷിക്കത്തക്ക വിധത്തിൽ നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടുവാൻ പോകുകയാ. സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കുവാൻ പോകുകയാ. നിങ്ങളെ കാണുന്നവർ ആമേൻ ആനന്ദിക്കത്തക്ക വിധത്തിൽ പൊട്ടി ആർക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ചലിക്കുവാൻ പോകുകയാ. മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊഴുന്തും മുളയ്ക്കും. അത് യഹോവയ്ക്ക് ഒരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായ അടയാളമായിരിക്കും. ഞാൻ നിങ്ങൾ ഹല്ലേലൂയ രാവിലെ കല്യാണ വീട്ടിൽ ഹല്ലേലൂയ അടയാളങ്ങളുടെ ആരംഭം ആമേൻ കുറിച്ചവൻ ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന ദേശത്ത് രാജ്യത്ത് ആ ഒരു അടയാളമായി മാറത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അത് ഇന്ന് രാത്രി ചലിക്കുകയാണ്. ഹല്ലേലൂയ മരുഭൂമി വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബാനോന്റെ മഹത്വവും കർമ്മേലിന്റെയും ശാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വം നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും. ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. തേജസ് വെളിപ്പെടാൻ പോകുകയാണ്, മഹത്വം വെളിപ്പെടുവാൻ പോകുകയാ. ഹല്ലേലൂയ അനേകർ അവൻ നമ്മളിലൂടെ അത് അനുഭവിക്കുവാൻ പോകുകയാ. ഹല്ലേലൂയ അങ്ങനെ യഹോവയാൽ വിസ്തരിക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സീയോനിലേക്ക് വരും. നിത്യാനന്ദമുള്ള തലവേരുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും സ്ഥാപിക്കും. ദുഃഖവും തെരുവിപ്പും ഓടിപ്പോകും. ദുഃഖം ഓടിപ്പോകുക ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ വീട്ടിനാഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നും മുടങ്ങുകില്ല. എന്റെ വീട്ടിനാഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നും മുടങ്ങുകില്ല. എന്റെ ദൈവത്താൽ നിശ്ചയമാനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. എന്നെ എതിർക്കും ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എന്റെ ദൈവത്താൽ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എന്റെ ദൈവത്താൽ. എന്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എന്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എന്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനമാക്കിയിടും. എന്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനമാക്കിയിടും. എന്റെ ദൈവത്താൽ നിശ്ചയമാനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴി
ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. വായ്പ വാങ്ങാനിട വരികയില്ല. കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. വായ്പ വാങ്ങാനിട വരികയില്ല. കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്നും പ്രാപിച്ചു ഞാൻ. ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ. ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. എന്റെ ദൈവത്താൽ എന്റെ ദൈവത്താൽ നിശ്ചയമാനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. മഹിമകളുടെ സാക്ഷികളായി ജീവിക്കുവാൻ ഉതകുമാണ്. ഇന്ന് രാത്രി അതെ സങ്കടങ്ങൾ ആമേൻ അതെ മാറി അതെ ഉല്ലാസത്തോടെ ജീവിക്കുവാൻ നമ്മെ ശക്തീകരിക്കുന്ന ദൈവം ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വചനം കേട്ട എല്ലാവർക്കും ക്രിസ്തുയേശുവിനുള്ള നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ആമേൻ. നിങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് അത് അനുഗ്രഹമായി തീർന്നെങ്കിൽ ആമേൻ നിങ്ങളുടെ ആമേൻ ഈ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് കൂടപ്പുറപ്പ് മാതാവിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ഭാവി രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നാൽ ദൈവനാമം മഹത്വപ്പെടും. പ്രതിഫലം സ്വർഗം നമുക്ക് നൽകി തരും. ഈ ശുശ്രൂഷയെ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഹല്ലേലൂയ. ആമേൻ. യൂട്യൂബിൽ ഈ മെസ്സേജ് അവൈലബിൾ ആണ്. ഷിജു ജോസ് എന്ന് സെർച്ച് ചെയ്താൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ആമേൻ അത് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താത്തവർ ബെൽ ബട്ടൺ അമർത്തും. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹവും സന്തോഷവും ഉണ്ടെങ്കിൽ ഇത് വാട്സ്ആപ്പ് നമ്പറാണ്. റിക്വസ്റ്റ് അയക്കൂ. 9744703489 എന്ന നമ്പറിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് നാളെ 11:30 മണിക്ക് ശേഷം നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് ആരാധിക്കുവാനുള്ള സാഹചര്യം ദൈവം നൽകിയിട്ടുണ്ട്. ആമേൻ. നിങ്ങൾ സമയം സാഹചര്യം ഒക്കുന്നുണ്ടെങ്കിൽ ഇതേ ലൈവിൽ വരിക. നാളെ 11:30 ശേഷം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഗോഡ് ബ്ലസ് യു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലും ഇന്നലെയും ഗാനങ്ങൾ ആലപിക്കുവാൻ ദൈവം നൽകി തന്ന ദൈവദാസനെ കുടുംബത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ലൈവിൽ നാളിതുവരെ അത് ശ്രദ്ധിക്കുന്ന ഷെയർ ചെയ്യുന്ന ഒരുമിച്ച് കൂട്ടായ്മയിൽ കൈത്താങ്ങലാകുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ഇന്ന് കേട്ടതുപോലെ ആമേൻ അതെ സന്തോഷത്തോടെ പുറപ്പെടുവാൻ സമാധാനത്തോടെ അതെ പറഞ്ഞയക്കുവാൻ അതെ നമ്മൾ നിമിത്തം ദൈവനാമം മഹത്വപ്പെടുത്തക്ക വിധത്തിൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെയുള്ള ഒരു സമയത്ത് കൊറോണ വൈറസിന്റെ പ്രതിസന്ധിയിൽ ആമേൻ ദൈവത്തെ കുറിച്ചുള്ള ആമേൻ ചില സത്യങ്ങൾ ഇന്ന് രാത്രിയിലും ആമേൻ കേൾക്കുവാൻ, ഓർക്കുവാൻ, അയവിറക്കുവാൻ, ഗ്രഹിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ആമേൻ ഞങ്ങളെ ആമേൻ ആയിരുന്നപ്പോൾ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾക്ക് നൽകി തന്ന വചനത്തിനായി സ്തോത്രം. അത് അതിന്റെ പ്രവൃത്തി ചെയ്തെടുക്കുമല്ലോ. ഇന്ന് രാത്രി ചില കണ്ണുനീരിനെ തുടയ്ക്കുന്ന രാത്രിയായി മാറ്റിയതിനായി സ്തോത്രം. ചില രോഗികളെ സൗഖ്യമാകുന്ന രാത്രിയാക്കി തീർത്തതിനായി സ്തോത്രം. ചിലർ മടങ്ങി വരുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പാപബോധം ഉളവായി പാപികൾ മനംതിരിയത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയെ ആമേൻ ഇന്ന് രാത്രി വെളിപ്പെടുത്തുന്ന രാത്രിയാക്കി തീർത്തതിനായി സ്തോത്രം. വചനം കേട്ട എല്ലാവരും സന്തോഷത്തോടെ പുറപ്പെടുവാൻ ഉതകുമാറ് പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ചലിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു.
അവിടെ നൽകിയ ആജ്ഞാധികാരം ഉപയോഗിച്ച് ഇന്ന് രാത്രി ലൈവിലായിരുന്ന വിശേഷ ആമേൻ ഈ ലൈവ് പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആമേൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിലുള്ള, ഫേസ്ബുക്ക് പേജിലുള്ള, ഫേസ്ബുക്ക് അക്കൗണ്ടിലുള്ള എല്ലാ കുടുംബങ്ങളെയും, എല്ലാ വ്യക്തികളെയും, അവരുടെ തലമുറകളെ, അവരുടെ ശുശ്രൂഷകളെ, അവരുടെ ജോലികളെ, സമസ്ത മേഖലകളെ അങ്ങയുടെ നാമം ചൊല്ലി നൽകിയ ആത്മാധികാരത്തോടെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതങ്ങളാണ് നടത്തണം. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. അടികൾക്കായി കാലൊരു ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ്.